വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന നിങ്ങളുടെ എക്സാമിൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ ബേസിക്കായിട്ടുള്ള തിയററ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അധികം ബുദ്ധിമുട്ടില്ലാതെ തിയററ്റിക്കൽ നോളജ് വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് അത് എഴുതാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്കൊന്ന് കിടക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രാഫ് ബിറ്റ്വീൻ കൈ ആൻഡ് 1/t. കൈയും 1/tയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരച്ചിരിക്കുന്ന ഗ്രാഫിൽ ഇതിലേത് ഗ്രാഫാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ കൈ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയാണ്. ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ കൈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്. അപ്പോൾ കൈയും ടെമ്പറേച്ചറും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫാണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഇവരോട് ചോദിച്ചിരിക്കുന്നത് ഈ കൈയും 1/tയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഗ്രാഫ്. അപ്പോൾ കൈയും 1/tയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ കൈയും മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട്, ടെമ്പറേച്ചറിൻ്റെ റെസിപ്രോക്കലും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു ലീനിയർ ഗ്രാഫായിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന അവിടുത്തെ ഗ്രാഫ് കൈയും 1/tയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരച്ചിരിക്കുന്ന ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 4. ഓപ്ഷൻ 4 is the right answer for this question. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് വരാം. ഇതൊരു ഡയറക്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ബി എൻറ്റയർലി കൺഫൈൻഡ് വിത്തിൻ ഇൻ ദ കേസ് ഓഫ് എ ടൊറോയിഡ് ബട്ട് നോട്ട് വിത്തിൻ എ സ്ട്രെയിറ്റ് സോളിനോയിഡ്. ഓക്കെ, അപ്പോൾ ഒരു ടൊറോയിഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൊറോയിഡിൻ്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ടൊറോയിഡിനുള്ളിൽ കൺഫൈൻഡ് ആണ്. പക്ഷേ ഒരു സ്ട്രെയിറ്റ് സോളിനോയിഡിൻ്റെ കേസിൽ അത് അങ്ങനെയല്ല. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഓക്കെ, ഈ ടൊറോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻഡ്ലെസ് സോളിനോയിഡാണ്. ഒരു സോളിനോയിഡിനെ നമ്മൾ ബെൻഡ് ചെയ്ത്, ഓക്കെ, നമ്മൾ ഒരു സർക്കുലർ റിങ് എടുക്കുകയാണ്, അതിന് ചുറ്റും നമ്മൾ ഒരു സോളിനോയിഡ് ഇങ്ങനെ ചുറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെയുള്ള ഒരു എൻഡ്ലെസ് സോളിനോയിഡാണ് ഒരു ടോറോയിഡ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ കൺഫൈൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ റീജിയനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കത്തില്ല, അത് 0 ആയിരിക്കും. ഈ റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് ഉള്ളിൽ ടോറോയിഡ് എന്ന് പറയുന്ന ആ സ്ട്രക്ചറിനുള്ളിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ക്വസ്റ്റ്യൻ നമ്പർ 2, ആൻസർ ഓപ്ഷൻ 4. A toroid has no ends. Next, which of the following is a unitless quantity? Okay, ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഏതിനാണ് യൂണിറ്റ് ലെസ് ഡയമെൻഷൻ ലെസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്? ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് ആരാ? മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയാണ്. കാരണം നമുക്കറിയാം മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, കൈ ഈസ് ദ റേഷ്യോ ഓഫ് I/H ആണ്. ഓക്കെ, ഇവിടെ I എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും H എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയുമാണ്. ഓക്കെ, ഈ Iയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ AM⁻⁻1 ആണ്. Hൻ്റെതും AM⁻⁻1 ആണ്. അപ്പോൾ Iയും Hഉം ഒരേ യൂണിറ്റും ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഒരേ യൂണിറ്റും ഡയമെൻഷനുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതിനെന്തുണ്ടായിരിക്കത്തില്ല? ആ ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷനോ യൂണിറ്റോ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഈ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആയിരിക്കും ഇവിടെ എന്തായിട്ടുള്ളത്? ഒരു യൂണിറ്റ് ലെസ് ഡയമെൻഷൻ ലെസ് ആയിട്ട് ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന് നമുക്കറിയാം, മാഗ്നറ്റിക് ഫ്ലക്സിന് ഡയമെൻഷൻ ഉള്ളതാണ്, യൂണിറ്റും ഉള്ളതാണ്. ഓക്കെ, ഏതാണ് അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വെബറാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 4 ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4ൽ ചോദിച്ചിരിക്കുന്നത് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് d ഫ്രം ദ ഷോർട്ട് മാഗ്നറ്റ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് പൊസിഷൻ. നമ്മളിപ്പോൾ ഒരു സ്മോൾ ബാർ മാഗ്നറ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഡൈപോൾ എടുക്കുകയാണ്. ഇതതിൻ്റെ സൗത്ത് പോള്, ഇതതിൻ്റെ നോർത്ത് പോള്. ഓക്കെ, അപ്പോൾ ഇതിന് സെൻറ്ററിൽ നിന്നും d ഡിസ്റ്റൻസ് അകലെയുള്ള, സെൻറ്ററിൽ നിന്നും
ഡി ഡിസ്റ്റൻസ് അകലെയുള്ള ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിൻ്റ്. ഓക്കെ, ആ ആക്സിയൽ ലൈനിലുള്ള മാഗ്നിറ്റ്യൂഡ് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. μ0/4π ഇൻറ്റു 2m ബൈ ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് അത് ഡി ക്യൂബാണ് ഇക്വേഷൻ നമ്പർ 1. അതുപോലെ തന്നെ അതേ ബാർ മാഗ്നറ്റിൻ്റെ സെൻറ്ററിൽ നിന്നും പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ അതേ ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതിനെ ബി പെർപെൻഡിക്കുലർ നമുക്ക് എടുക്കാം. അതെന്ന് പറയുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഹാഫായിരിക്കും. μ0/4π ഇൻറ്റു m/d³ ആയിരിക്കും. അങ്ങനെയൊക്കെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ബി ആക്സിയൽ നമുക്ക് എങ്ങനെ എടുക്കാം? ബി ആക്സിയൽ is equal to ഈ μ0/4π ഇൻറ്റു m/d³ പകരം ബി പെർപെൻഡിക്കുലർ എന്ന് എഴുതാം. അപ്പോൾ 2 ഇൻറ്റു ബി പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? നമ്മോട് ചോദിച്ചിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആക്സിയൽ ലൈനിലുള്ളതിൻ്റെയും അതുപോലെ പെർപെൻഡിക്കുലർ ഡിറക്ഷനിലുള്ളതിൻ്റെയും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2:1 എന്ന് കിട്ടും. Therefore ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, ദ ഏരിയ ഓഫ് IH hysteresis loop and BH hysteresis loop are denoted by A1 and A2. Then the ratio of A2 and A1. IH hysteresis ലൂപ്പിൻ്റെയും BH hysteresis ലൂപ്പിൻ്റെയും ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് A1 ആൻഡ് A2. ഓക്കെ, അപ്പോൾ IH hysteresis ലൂപ്പിൻ്റെ ഏരിയയെ നമുക്ക് A1 എന്നെടുക്കാം. BH hysteresis ലൂപ്പിൻ്റെ ഏരിയ A2 എന്നെടുക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ A2ൻ്റെയും A1ൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഇങ്ങനെ എടുക്കാം. മാഗ്നറ്റിക് ഫീൽഡ് B is equal to എപ്പോഴും μ0 ഇൻറ്റു I പ്ലസ് H ആണ്. ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, B is equal to μ0 ഇൻറ്റു I പ്ലസ് H. ഓക്കെ, ഞാനിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ എഴുതാം. B is equal to μ0 I പ്ലസ് μ0 H. ഇതിനെ ഞാനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ എനിക്കെങ്ങനെ എഴുതാൻ സാധിക്കും? dB is equal to μ0 dI പ്ലസ് μ0 dH. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനെ ഞാൻ ഒരു H കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്കിങ്ങനെ എഴുതാം. H ഡോട്ട് dB is equal to μ0 ഇൻറ്റു H ഡോട്ട് dI പ്ലസ് μ0 ഇൻറ്റു H ഡോട്ട് dH. ഓക്കെ, ഇനി ഈ H ഡോട്ട് dB എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മുടെ ഗ്രാഫ് നോക്കുക. ഇവിടെ ഞാൻ ബിയും ഇവിടെ ഞാൻ എച്ചും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ BH കർവിൻ്റെ ഓക്കെ അണ്ടറിലുള്ള ഒരു കുഞ്ഞ് ഏരിയ ആണ് H ഡോട്ട് dB എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഞാൻ ഗ്രാഫ് എടുക്കുമ്പോൾ Y ആക്സിസിൽ Iയും X ആക്സിൽ Hഉം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആ കർവ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ആണ് ഓക്കെ H ഡോട്ട് DI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്മോൾ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ആ ക്ലോസ്ഡ് ലൂപ്പിൽ ഓക്കെ ഇപ്പോൾ BH കർവ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ക്ലോസ്ഡ് ലൂപ്പിലുള്ള ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ എന്ത് ചെയ്താൽ മതി? ക്ലോസ്ഡ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്ലോസ്ഡ് പാത്തിൽ H ഡോട്ട് dB is equal to μ0 ഇൻറ്റു ക്ലോസ്ഡ് പാത്തിൽ H ഡോട്ട് DI പ്ലസ് μ0 ഇൻറ്റു ക്ലോസ്ഡ് പാത്തിൽ H ഡോട്ട് DH. ഓക്കെ, അപ്പോൾ നമുക്കെങ്ങനെ കിട്ടും? ക്ലോസ്ഡ് പാത്തിൽ H ഡോട്ട് dB is equal to μ0 ഇൻറ്റു ക്ലോസ്ഡ് പാത്തിൽ H ഡോട്ട് DI. ഇവിടെ DH ഡോട്ട് DH എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതങ്ങ് 0 ആകും.
ഓക്കെ. ഇനി ക്ലോസ്ഡ് പാത്തിൽ H.dB എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ബി എച്ച് കർവിന് അണ്ടറിലുള്ള ഏരിയ ആണ്. ഓക്കെ. അപ്പോൾ ബി എച്ച് കർവിന് അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് A2 ആണ്. ഓക്കെ. ബി എച്ച് കർവിന് അണ്ടറിലുള്ള ഏരിയ ആണ്. ഓക്കെ. അപ്പോൾ ഈ H.dB എന്ന് പറയുന്നത് ഓക്കെ ഏരിയ എൻക്ലോസ്ഡ് ബൈ ബി എച്ച് കർവ്. ഓക്കെ. ഇനി ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏരിയ എൻക്ലോസ്ഡ് ബൈ ഐ എച്ച് കർവുമാണ്. ഓക്കെ. അപ്പോൾ ബി എച്ച് കർവിന് അണ്ടറിലുള്ള ഏരിയ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് A2. ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. A2 = μ0 ഇൻറ്റു ഇതിനെ നമ്മൾ A1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ A2 ആയിരുന്നു. ഓക്കെ. ഇൻറ്റു A1. അപ്പോൾ നമുക്ക് കാണാൻ ചോദിച്ചത് A2/A1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് μ0 എന്ന് കിട്ടും. A2ൻ്റെയും A1ൻ്റെയും റേഷ്യോ μ0. അപ്പോൾ ഇങ്ങനെയൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ 1. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആയിരിക്കും. അപ്പോൾ അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 6 നമ്മോട് ചോദിച്ചിരിക്കുന്നത് ദ ടൈം പീരീഡ് ഓഫ് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ. ഓക്കെ. അപ്പോൾ ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എർത്തിൻ്റെ മാഗ്നറ്റിക് കിടന്ന് ഓസിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് T = എന്താണ്? 2π × I/BH × M ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ T എന്ന് പറയുന്ന ടൈം പീരീഡ് ആണ്. ഈ I എന്ന് പറയുന്നത് ആ ബാർ മാഗ്നറ്റിൻ്റെ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന ആ ബാർ മാഗ്നറ്റിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, ഇതിൻ്റെ ലെങ്ത് L-ഉം ഇതിൻ്റെ ബ്രെഡ്ത്ത് B-യുമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് എങ്ങനെ എടുക്കാം? ഇതിൻ്റെ മാസ് സപ്പോസ് ഞാൻ M ആണെന്ന് എടുക്കുന്നു. അപ്പോൾ M/12 × L² + B². ഓക്കെ. ഇനി ഈ BH എന്ന് പറയുന്നത് എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ. ഈ M എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റുമാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് M = 2L × അതിൻ്റെ പോൾ സ്ട്രെങ്ത് ആണ്. ഓക്കെ. അപ്പോൾ ഈ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഈ നമ്മളെടുത്തിരിക്കുന്ന ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലെങ്ത്. ഓക്കെ. നമ്മുടെ ഈക്വേഷനകത്ത് എന്ത് വരുന്നുണ്ട്? ലെങ്ത് ഓഫ് ദി മാഗ്നറ്റ് വരുന്നുണ്ട്. അടുത്ത് നോക്കി പോൾ സ്ട്രെങ്ത് വരുന്നുണ്ട്. പോൾ സ്ട്രെങ്ത് വരുന്നുണ്ട്. അതുപോലെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ഇക്വേഷനകത്ത് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ്? എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫാക്ടർ എന്താണ്? ഈ ബാർ മാഗ്നറ്റിനെ ഏത് സ്ട്രിങ് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യാത്ത ഫാക്ടർ എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 4 ആണ്. ദെയർഫോർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 ഇത് ഡയറക്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ദ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഈ 0 അറ്റ്. അത് നമ്മൾ തിയററ്റിക്കലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പോയിന്റിൽ എടുത്തു കഴിഞ്ഞാലും എർത്തിന് 2 കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും. അതെവിടെയൊക്കെ ആയിരിക്കും? എക്സെപ്റ്റ് ദ പോൾ ആൻഡ് ഇക്വേറ്റർ. പോളിലും ഇക്വേറ്ററിലും ഒഴികെ ബാക്കി ഏത് പോയിന്റിലെടുത്താലും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് ആ പോയിന്റിൽ 2 കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. ഇനി ഇക്വേറ്ററിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എർത്തിൻ്റെ സർഫസിന് പാരലായിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അറ്റ് ഇക്വേറ്റർ ഓക്കെ എർത്തിൻ്റെ മൊത്തം മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും? ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമായിരിക്കും. ഓക്കെ. ഇക്വേറ്ററിൽ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഫുൾ മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടൽ ആയിരിക്കും. ഇനി അറ്റ് പോള് ഓക്കെ പോളിലെത്തുകയാണെന്നുണ്ടെങ്കിൽ എർത്തിൻ്റെ മൊത്തം മാഗ്നറ്റിക് ഫീൽഡും അവിടുത്തെ എന്തായിരിക്കും? വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിരിക്കും.
അവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 0 ആയിരിക്കും. അങ്ങനെയൊക്കെ നമ്മോട് ചോദിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് 0. ബി വി 0 ആകുന്നത് എവിടെയായിരിക്കും? അറ്റ് ഇക്വേറ്റർ. ദെയർഫോർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 1. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് കിടക്കാം. ദ കറണ്ട് ഇൻ എ കോയിൽ ഓഫ് എൽ, ഒരു കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് അത് 40 മില്ലി ഹെൻറി ആണ്. അപ്പോൾ 40 × 10⁻³ ഹെൻറി ഈസ് ടു ബി ഇൻക്രീസ്ഡ് യൂണിഫോംലി ഫ്രം 1 ആംപിയർ ടു 11 ആംപിയർ. ഈ കോയിലിൽ കൂടിയുള്ള കറണ്ട് 1 ആംപിയറിൽ നിന്നും 11 ആംപിയറിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ കറണ്ട് 1 ആംപിയറിൽ നിന്നും 11 ആംപിയർ ആയിട്ട് മാറ്റിയപ്പോൾ 11 - 1 = 10 ആംപിയർ. 10 ആംപിയർ. ഇത് എത്ര സമയം കൊണ്ടാണ് ഈ കറണ്ടിന് ചേഞ്ച് ഉണ്ടായത്? dt = 4 മില്ലി സെക്കൻഡ്. അപ്പോൾ 4 × 10⁻³ സെക്കൻഡ്. അങ്ങനെയെങ്കിൽ നമ്മോട് ചോദിച്ചാൽ ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എത്രയാണെന്നാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് E L × di/dt ദറ്റ് ഈസ് ഈക്വൽ ടു Lന് പകരം 40 × 10⁻³ ഇൻറ്റു di 10 ആണ് ഡിവൈഡഡ് ബൈ 4 × 10⁻³ ഓക്കെ. അപ്പോൾ ഈ 10⁻³ ഈ 10⁻³ പോയി. ബാക്കി നമുക്ക് കിട്ടും -400/4 ദറ്റ് ഈസ് ഈക്വൽ ടു -100 വോൾട്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സൈൻ നെഗറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മുടെ ആൻസർ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് കിടക്കാം. എ കോയിൽ ഓഫ് റെസിസ്റ്റൻസ് 10 ഓം. ഇത് 100 ഓം അല്ല, 10 ഓം ആണ്. ആൻഡ് ഇൻഡക്റ്റൻസ്, ഒരു കോയിലിൻ്റെ സെൽഫ് ഇൻഡക്ഷൻ തന്നിട്ടുണ്ട്. ഇൻഡക്റ്റൻസ് 5 ഹെൻറി ആണെന്ന്. ഈസ് കണക്റ്റഡ് ടു എ 100 വോൾട്ട് ബാറ്ററി. ആ കോയിലിനെ നമ്മൾ 100 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്റ്റ് ചെയ്തു. ആ കോയിലിൻ്റെ റെസിസ്റ്റൻസ് 10 ഓമുമാണ്. ദെൻ ദ എനർജി സ്റ്റോർഡ് ഇൻ ദ കോയിൽ. അപ്പോൾ ആ കോയിലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എനർജി സ്റ്റോർഡ് ബൈ അൻ ഇൻഡക്ടർ U = ½ Li² ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. നമുക്കിവിടെ L തന്നിട്ടുണ്ട്. ദെൻ I ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ ഈ കോയിലിലെ റെസിസ്റ്റൻസും പൊട്ടൻഷ്യൽ ഡിഫറൻസും തന്നാൽ I = V/R ആണ്. ദറ്റ് ഈസ് V എത്രയാണ്? 100/10 ദറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ആ വാല്യൂ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 × 5 × 10² ദറ്റ് ഈസ് 500/2 ദറ്റ് ഈസ് 250 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് കിടക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഒരു സ്ക്വയർ ലൂപ്പ്. ആ സ്ക്വയർ ലൂപ്പിൻ്റെ സൈഡ് ലെങ്ത് L ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ആൾസോ ഇറ്റ്സ് റെസിസ്റ്റൻസ് R ഈസ് മൂവ്സ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ ഇൻ എ യൂണിഫോം velocity perpendicular to its side. A uniform and constant magnetic field exists along the perpendicular to the plane of the loop as shown in the figure. The current induced in the loop. അപ്പോൾ അതാണ്ട് ഇത്രയും റീജിയനിലാണ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ഇത്രയും റീജിയനിൽ ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈ ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടിയാണ് ഒരു ഫ്രെയിം, റെക്റ്റാങ്കുലർ ഫ്രെയിം ഹാവിങ് ലെങ്ത് L ആൻഡ് റെസിസ്റ്റൻസ് R മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഫീൽഡിനുള്ളിലാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇതിന് പുറത്തേക്ക് പോകുന്നു നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനുള്ളിൽ ഇതിങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ E = -dφ/dt ആണ്. അപ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡ്യൂസ്ഡ് EMF E/R ആയിരിക്കും.
അപ്പോൾ ഇവിടെ EMFോ അല്ലെങ്കിൽ കറണ്ടോ ഇൻഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സിന് എന്തുണ്ടാകണം? ചേഞ്ച് ഉണ്ടാകണം. ഓക്കെ, ഫ്ലക്സിന് ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യത്തില്ല, ദെയർഫോർ കറണ്ടും ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് ഉള്ളിൽ കിടന്നിട്ട് ഇത് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സിൻ്റെ ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഫ്ലക്സിൻ്റെ ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് 0 ആയതുകൊണ്ട് അവിടെ EMF ഒന്നും ഇൻഡ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആയിരിക്കും. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11 തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. ഇവിടെ തന്നിരിക്കുന്നത് എ വീൽ വിത്ത് 10 മെറ്റാലിക് സ്പോക്സ്, ഒരു വീല്, ഓക്കെ, അതിന് 10 കമ്പികൾ ഇതുപോലെ ഉണ്ട് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ 10 കമ്പികളുള്ള ഈ വീല് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് സ്പോക്സ് തന്നിട്ടുണ്ട് 10. ഓക്കെ, ദെൻ ഈ ഓരോ സ്പോക്സിൻ്റെയും ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ L = 0.5 മീറ്റർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് വിത്ത് എ സ്പീഡ് ഓഫ് 20 റവല്യൂഷൻസ് പെർ മിനിറ്റ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി നമുക്കിങ്ങനെ എടുക്കാം. ന്യൂ = 120 റവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ അത് സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 120/60 റവല്യൂഷൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ദറ്റ് ഈസ് = 2 റവല്യൂഷൻസ് പെർ സെക്കൻഡ്. അതാണ് 2 ഹെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ഈ വീല് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ വീലിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്ലൈ ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് B = 0.4 ഗോസ് ആണ്. ഓക്കെ, അപ്പോൾ ഗോസ് എന്ന് പറയുന്നത് CGS യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ SI സിസ്റ്റത്തിലേക്ക് മാറ്റണം. അപ്പോൾ B = 0.4 ഗോസിനെ നമ്മൾ ടെസ്ലയിലേക്ക് മാറ്റുന്നത് 10⁻⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും ടെസ്ല എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ വീലിൻ്റെ സെൻറ്ററിനും ഈ റിമിനും അക്രോസ് ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എത്രയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഓരോ സ്പോക്കിനും അക്രോസ് ആയിട്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഓരോ സ്പോക്കും ഒരു സെല്ല് പോലെ ബിഹേവ് ചെയ്യും. അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF = ½ B. ഓക്കെ, ഈ സ്പോക്കിൻ്റെ ലെങ്ത് L ആണെന്നുണ്ടെങ്കിൽ L² ഒമേഗയാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. = ½ B × L² ഒമേഗയ്ക്ക് പകരം 2πν. ഈ 2ഉം ക്യാൻസലായിപ്പോയി. അപ്പോൾ = π × B L²ν. നമുക്ക് ഡയറക്റ്റ്ലി ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പം ഈ ഓരോ സ്പോക്കും ഒരു സെല്ല് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ സെല്ലിൻ്റെ എല്ലാം ഓരോ എൻഡ്, അല്ലേ, ഈ എൻഡ് എല്ലാം ഒരിടത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ എൻഡ് എല്ലാം കൂടെ അടുത്തടുത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇതിപ്പോൾ 10 സെല്ല് പോലെ ബിഹേവ് ചെയ്യും. ആ 10 സെല്ലും എങ്ങനെയാണ്? പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കരുതാൻ സാധിക്കും. അപ്പോൾ ഓരോ സെല്ലിനും അക്രോസ് ആയിട്ടുള്ള EMF E ആണ്. അപ്പോൾ 10 സെല്ല് ഐഡൻറ്റിക്കലായിട്ടുള്ള 10 സെല്ല് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഈക്വലൻ്റ് EMF എന്ന് പറയുന്നത് ഓക്കെ എന്തായിരിക്കും? ഈ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിതിനെ 10 കൊണ്ടൊന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ E = നമുക്ക് π × ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.4 × 10⁻⁻4 ഇൻറ്റു ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 0.5 മീറ്റർ. ഓക്കെ, അപ്പോൾ 0.5 2 ഇൻറ്റു ന്യൂവിൻ്റെ വാല്യൂ നമ്മൾ തന്നിട്ടുണ്ട് 2. ഓക്കെ, അപ്പോൾ 2π ഇൻറ്റു ഓക്കെ ഇത് 0.4 ഇൻറ്റു 0.25 ഇൻറ്റു 10⁻⁻4 ദറ്റ് ഈസ് 2π ഇൻറ്റു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.1 ഇൻറ്റു 10⁻⁻4 എന്ന് കിട്ടും. ദറ്റ് ഈസ് 2π ഇൻറ്റു 10⁻⁻5. 2πയുടെ വാല്യൂ 6.28 ആണ്. അപ്പോൾ 6.28 ഇൻറ്റു 10⁻⁻5 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെയർഫോർ ക്വസ്റ്റ്യൻ നമ്പർ 11 ഹാവിങ് ആൻസർ. അപ്പോൾ ഇത് പലപ്പോഴും ഇത് മിക്കവാറും ഉള്ളവർ ഇത് തെറ്റിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു
സ്പോക്കിന് അക്രോസ് ആയിട്ടുള്ള EMF കണ്ടുപിടിക്കും. അപ്പോൾ 10 എണ്ണം ഉണ്ടായതുകൊണ്ട് പലരും അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നവർക്ക് ഓപ്ഷൻ 2 എന്ന് കിട്ടും. പക്ഷേ അതല്ല ആൻസർ ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 1. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് കിടക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഒരു കോയില്. ഈ കോയിലിനകത്തേക്ക് നമ്മളൊരു മാഗ്നറ്റിനെ മൂവ് ചെയ്യിക്കുകയാണ്. ഇതതിൻ്റെ നോർത്ത് പോള്, ഇതതിൻ്റെ സൗത്ത് പോള്. ഫസ്റ്റ് കേസിൽ ഒന്നാമത്തെ കേസിൽ തന്നിരിക്കുന്നത് ഇതിനെ വളരെ ക്വിക്കായിട്ടാണ് മൂവ് ചെയ്യിക്കുന്നത്. അകത്തേക്ക് മൂവ് ചെയ്തിരിക്കുന്നത് വളരെ ഫാസ്റ്റാണ്. അതുപോലെ ഈ കോയിലിനകത്തേക്ക് തന്നെ നമ്മുടെ മാഗ്നറ്റിനെ നമ്മൾ അകത്തേക്ക് മൂവ് ചെയ്തിരിക്കുന്നു. എങ്ങനെ? സ്ലോലി ആയിട്ടും മൂവ് ചെയ്യിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഈ രണ്ട് കേസിലും എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു എന്താ? മൈനസ് d∅/dt ആണ്. അപ്പോൾ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു d∅/dt. അപ്പോൾ നമ്മളിപ്പോൾ ഈ മാഗ്നറ്റിനെ വളരെ ഫാസ്റ്റായിട്ട് അകത്തേക്ക് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഫാസ്റ്റായിട്ട് അകത്തേക്ക് കയറ്റുമ്പോൾ വളരെ സ്ലോലി മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വളരെ പതുക്കെയാണത് മൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് d∅/dt എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഹൈ ആകുന്നിടത്ത് ഇൻഡ്യൂസ്ഡ് EMFും കറണ്ടും ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലോ ആകുന്നിടത്ത് ഇൻഡ്യൂസ്ഡ് EMF ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഫസ്റ്റ് കേസിൽ എന്തായിരിക്കും? ഇൻഡ്യൂസ്ഡ് EMF മോർ ഇൻ ഫസ്റ്റ് കേസ് ആൻഡ് ലെസ് ഇൻ സെക്കൻഡ് കേസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് സ്യൂട്ടബിളായിട്ട് സെലക്ട് ചെയ്യാൻ കഴിയുന്ന ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ദ ഇൻഡ്യൂസ്ഡ് ചാർജ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്. ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ കൂടി എന്ത് ചെയ്യണം? ചാർജ് ഫ്ലോ ചെയ്യണം. അങ്ങനെയെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് ഈസ് ആൾവേസ് ഈക്വൽ ടു മൈനസ് d∅/r ആണ്. അത് നമ്മൾ തിയററ്റിക്കലി ഡയറക്റ്റ് പഠിച്ചിട്ടുള്ളതാണ്. ഇൻഡ്യൂസ്ഡ് ചാർജ് ഈസ് ഈക്വൽ ടു മൈനസ് d∅/r എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ചാർജ് എന്തിനെയൊക്കെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? ഫസ്റ്റ് വൺ അവിടുത്തെ ചേഞ്ച് ഇൻ ഫ്ലക്സ്. അതുപോലെ തന്നെ രണ്ടാമത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? റെസിസ്റ്റൻസ് ഓഫ് ദി കോയിൽ. അപ്പോൾ കോയിലിൻ്റെ റെസിസ്റ്റൻസിനെയും ഇൻഡ്യൂസ്ഡ് ചാർജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റെസിസ്റ്റൻസിനെയും അതുപോലെ അവിടുത്തെ ചേഞ്ച് ഇൻ ഫ്ലക്സിനെയുമാണ്. ബാക്കി ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല അവിടെ. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് തന്നിരിക്കുന്നത് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്. അപ്പോൾ അത് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ഇതിന് സാധ്യതയുണ്ട്. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുമോ? ഇല്ല. റെസിസ്റ്റൻസ് ഓഫ് ദ കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യുമോ? എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? റെസിസ്റ്റൻസ് ഓഫ് ദ കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചേഞ്ച് ഓഫ് ഫ്ലക്സും റെസിസ്റ്റൻസുമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എന്നാണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഇവിടെ ആരാണ്? ടൈമാണ്. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് വരാം. ഇഫ് n ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ എ കോയിൽ ദ വാല്യൂ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് വേരീസ്. ഒരു കോയിൽ അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. L ഈസ് ഈക്വൽ ടു μ0 n² A/L ആണ്. ഇതിനുള്ളിലുള്ള മീഡിയം എയർ ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു മീഡിയം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ L ഈസ് ഈക്വൽ ടു μ n² A/L ആണ്. അപ്പോൾ ഈ മ്യൂ എന്ന് പറയുന്നത് ഇതിനുള്ളിൽ വരുന്ന മീഡിയത്തിൻ്റെ
പെർമിയബിലിറ്റിയാണ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്, എ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്, എൽ എന്ന് പറയുന്നത് ആ കോയിലിൻ്റെ ലെങ്തുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മോട് ചോദിക്കുന്നത് നമ്പർ ഓഫ് ടേൺസ് എൻ ആണെന്നുണ്ടെങ്കിൽ എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഓക്കെ, എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മ്യൂവും എൻ സ്ക്വയറും എയും എല്ലുമാണ്. അപ്പോൾ എന്നിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ ആണ്. ദെയർഫോർ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. എ ട്രാൻസ്ഫോമർ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്, ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ദെയർഫോർ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16 വരാം. ഇവിടെ തന്നിരിക്കുന്നത് ദ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചസ് വിത്ത് ടൈം ആസ് ബി ഈക്വൽ ടു B0 മൈനസ് ടി. ഇവിടെ ഒരു ലൂപ്പ് തന്നിട്ടുണ്ട്. ഈ ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി ടൈം ഇസ് ഈക്വൽ ടു B0 × 1 മൈനസ് ടി ആണ്. ഓക്കെ, ഈ ലൂപ്പിൻ്റെ സൈഡ് ലെങ്ത് L ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ലൂപ്പിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ A ഇസ് ഈക്വൽ ടു L സ്ക്വയർ. ഇതിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് R. നമ്മോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ ചാർജ് ഫ്ലോൺ ഡ്യൂറിങ് ദ ഫസ്റ്റ് 2 സെക്കൻഡ്, ആദ്യത്തെ 2 സെക്കൻഡിൽ ഇവിടെ കൂടെ ഫ്ലോ ചെയ്ത ചാർജ് എത്രയാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ഇൻഡ്യൂസ്ഡ് ചാർജ് DQ ഇസ് ഈക്വൽ ടു എന്താ? മൈനസ് d∅/r ആണ്. കേസ് നമ്പർ 1. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? d∅ കണ്ടുപിടിക്കാം. ഓക്കെ, d∅ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഫ്ലക്സ് മൈനസ് ഇനിഷ്യൽ ഫ്ലക്സ് ആണ്. ഓക്കെ, ഇനി ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തുവാണ്? φ is equal to BA cos θ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ 1 ആയി പോകും. അപ്പോൾ നമുക്ക് BA എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് d∅ is equal to എന്തായിരിക്കും? ഫൈനൽ ഫ്ലക്സ് മൈനസ് ഇനിഷ്യൽ ഫ്ലക്സ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫൈനൽ ഫ്ലക്സ് കണ്ടുപിടിക്കാം. ഫൈനൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എത്ര സമയം കഴിഞ്ഞപ്പോഴാണ്? 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് B0 × 1 മൈനസ് ടി ഇൻറ്റു ഏരിയ, അത് L സ്ക്വയറാണ്. ദറ്റ് ഈസ് B0 × 1 മൈനസ് ടിക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കും? 2 സെക്കൻഡ്. അപ്പോൾ 2 × L സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് B0 L സ്ക്വയർ. ഇനി ഇനിഷ്യൽ ഫ്ലക്സോ? I is equal to B0 × 1 മൈനസ് ടി ഇൻറ്റു L സ്ക്വയർ. ദറ്റ് ഈസ് ഇവിടെ ടിക്ക് വരെ 0 ആണ് ഇനിഷ്യലി. ഓക്കെ, അപ്പോൾ ടിക്ക് വരെ 0 കൊടുത്ത് കഴിയുമ്പോൾ ഓക്കെ ഇവിടെ നമുക്ക് B0 L സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഫ്ലക്സ് മൈനസ് B0 L സ്ക്വയർ മൈനസ് B0 L സ്ക്വയർ ദറ്റ് ഈസ് മൈനസ് 2 B0 L സ്ക്വയർ. ചേഞ്ച് ഇൻ ഫ്ലക്സ് കിട്ടി. ദെയർഫോർ DQ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2 B0 L സ്ക്വയർ ബൈ റെസിസ്റ്റൻസ് R ദറ്റ് ഈസ് 2 B0 L സ്ക്വയർ ബൈ R. 2 B0 L സ്ക്വയർ ബൈ R. അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2. ആൻസർ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17. 2 identical coaxial circular loops carry a current each circulating in same direction. Okay, രണ്ട് കോയിൽ, ഈ രണ്ട് കോയിലും കൊയാക്സിയലായിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഐഡൻറ്റിക്കൽ കോയിലാണ്. ക്യാരി സെയിം കറണ്ട് ഇൻ സെയിം ഡിറക്ഷൻ. രണ്ടിലും ഒരേ കറണ്ട് I ഒരേ ഡിറക്ഷനിൽ ഫ്ലോ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇഫ് ദ ലൂപ്സ് അപ്രോച്ച് ഈച്ച് അതർ വാട്ട് വി ക്യാൻ ഒബ്സർവ് എന്നാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതിനകത്തു കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാൾ നോക്കുമ്പോൾ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഓക്കെ ഇവിടെ ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ്
ഓക്കെ, നമുക്ക് എങ്ങനെ ഇടാം? ഇവിടെ ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ബിഹേവ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. അപ്പോൾ ഈ ഡൈപോളിൻ്റെ ഇവിടെ വരുന്നത് സൗത്ത് പോളും ഇപ്പുറത്ത് വരുന്നത് നോർത്ത് പോളുമായിരിക്കും. സിമിലർലി ഇവിടെയും കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളിന് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ ഇവിടെ ഒരു സൗത്ത് പോള്, ഇപ്പുറത്ത് നോർത്ത് പോള്. ഓക്കെ, അപ്പോൾ ഈ കോയിൽ കാരണം, ഫസ്റ്റ് കോയിൽ കാരണം ഇത് സൗത്ത് പോളാണ്. അപ്പോൾ ഇവിടുത്തെ ലൈൻസ് ഓഫ് ഫോഴ്സ് അകത്തേക്കാണ് പോകുന്നത്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഓക്കെ, ദെൻ ഈ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നോർത്ത് പോളാണ്. അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് നോർത്ത് പോളിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും അടുത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഇതിനെ രണ്ടിനെയും അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത്, ഓക്കെ, ദാ ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സ് അകത്തേക്ക് കടന്നു പോകുന്ന ഫ്ലക്സ് കൂടും. അകത്തേക്ക് കടന്നു പോകുന്ന ഫ്ലക്സ് കൂടുമ്പോൾ ഈ കോയിലിന് എന്ത് വേണ്ടി ശ്രമിക്കും? അകത്തേക്ക് കടന്നു പോകുന്ന ഫ്ലക്സ് കുറയ്ക്കാൻ ശ്രമിക്കും. അകത്തേക്ക് കടന്നു പോകുന്ന ഫ്ലക്സ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ കോയിൽ അഡീഷണലായിട്ട് കുറച്ച് ഫ്ലക്സ് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ അഡീഷണലായിട്ട് കുറച്ച് ഫ്ലക്സ് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിനകത്ത് ഈ ഡിറക്ഷനിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈ ഡിറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ കറണ്ട് അങ്ങോട്ടാണ് ഫ്ലോ ചെയ്തത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ കൂടെയുള്ള നെറ്റ് കറണ്ട് കുറയും. സെയിം എഫക്റ്റ് ഇവിടെയും സംഭവിക്കും. ഓക്കെ, ഇവിടെയും എന്ത് ചെയ്യും? ഈ ഡിറക്ഷനിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും. അപ്പോൾ അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ അത് ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടിനെയും അടുത്തേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? രണ്ടിലെയും കറണ്ട് ഡിക്രീസസ്. ദ കറണ്ട് ഇൻ ഈച്ച് കോയിൽ ഡിക്രീസസ്. രണ്ടിലെയും കറണ്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. എനർജി നീഡഡ് ടു എസ്റ്റാബ്ലിഷ് എ ഡയറക്റ്റ് കറണ്ട് I in a coil of self inductance L is. ഓക്കെ, ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഈസ് ഈക്വൽ ടു ഹാഫ് LI² ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 19. ഇതും ഇവിടെ ഡയറക്റ്റ് നമ്മൾ തിയറിയിൽ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലെൻസസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കറസ്പോണ്ട്സ് ടു. ലെൻസസ് ലോ ഈസ് ആൾവേസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ലെൻസസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ കോയിൽ ഡിപ്പെൻഡ്സ് ഓൺ. ഒരു കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -d∅/dt ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്കറിയാം ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു NBA cos തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എടുക്കാം -d/dt ഓഫ് NBA cos തീറ്റ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പ്രൈമർലി നമുക്ക് പറയാൻ കഴിയും ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫ്ലക്സിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നോക്കി. നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഏരിയയ്ക്കും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ കഴിയുന്നത് എന്താണ്? അതിൻ്റെ കണ്ടക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. കോയിലിൻ്റെ കണ്ടക്ടിവിറ്റിയോ അതിൻ്റെ റെസിസ്റ്റൻസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ കണ്ടക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, അതുപോലെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, അതുപോലെ ഇവിടെ കൂടെ കടന്നു പോകുന്ന ഫ്ലക്സിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഫ്ലക്സ്. പിന്നെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിനെയാണ്. അപ്പം ഫ്ലക്സിനെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. പിന്നെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിനെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കറക്റ്റ് ആൻസറായിട്ട് പറയാൻ സാധിക്കുന്നത് ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് EMF പ്രൊഡ്യൂസ്ഡ് ഇൻ എ കോയിൽ when a magnet is inserted in the coil does not depends on.
ഓക്കെ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തതെന്ന്. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞതാണ് E = -dφ/dt. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡിപ്പെൻഡ്സ് ഓൺ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അതുപോലെ തന്നെ φ നമുക്കറിയാം NBA cos θ ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യും, സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും, ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഇതൊരിക്കലും ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല? റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ആ കോയിലിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദ മാഗ്നറ്റ്. ഓക്കെ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് മാറുമ്പോഴാണ് സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ദി മാഗ്നറ്റ്, ഓക്കെ, എന്ന് പറഞ്ഞാൽ ടൈം. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് ദി മാഗ്നറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാത്തത് ആരാണ്? റെസിസ്റ്റൻസ് ഓഫ് ദ കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ റെസിസ്റ്റൻസ് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മൾ എടുക്കുന്നത് E/R ആണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ടാണ്. കറണ്ട് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ 4. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് തരാം. ഇതൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഓക്കെ, അതിൻ്റെ ഓർഡർ നമുക്കറിയാം. റേഡിയോ, മൈക്രോ, ഇൻഫ്രാ, വിസിബിൾ, അൾട്രാ, എക്സ്റേ, ഗാമ, ഇങ്ങനെയാണ് പോവുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റേഡിയോ വേവ്സിനാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകും തോറും, അപ്പോൾ ഇത് വേവ് ലെങ്തിൻ്റെ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഓർഡറിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകും തോറും ഫ്രീക്വൻസി ഇൻക്രീസസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഗാമയ്ക്കാണ്, ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളത് റേഡിയോയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി കൂടുതലുള്ളതിന് വേവ് ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോകും തോറും വേവ് ലെങ്ത് ഡിക്രീസസ്. അപ്പോൾ ഹയസ്റ്റ് വേവ് ലെങ്ത് ആർക്കാ? റേഡിയോയ്ക്കാണ്. അപ്പോൾ വേവ് ലെങ്ത് ഓഫ് റേഡിയോ ഈസ് ഗ്രേറ്റർ ദാൻ വേവ് ലെങ്ത് ഓഫ് മൈക്രോ ഈസ് ഗ്രേറ്റർ ദാൻ വേവ് ലെങ്ത് ഓഫ് ഇൻഫ്രാ ഈസ് ഗ്രേറ്റർ ദാൻ വേവ് ലെങ്ത് ഓഫ് visible is greater than wavelength of ultraviolet is greater than wavelength of X-ray is greater than wavelength of ഗാമയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് വരുന്നത് റേഡിയോയ്ക്കാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന വാല്യൂ ഇത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ഇതിനകത്ത് 3 വേവ് ലെങ്ത് റീജിയൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നിരിക്കുന്നത് 10⁻²⁰ മീറ്റർ, സെക്കൻഡ് തന്നിരിക്കുന്നത് 10⁻⁻10 മീറ്റർ, ഓക്കെ, അതുപോലെ 10⁻⁻7 മീറ്റർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിനകത്ത് അത് ഏത് ഓർഡറിൽ ഏത് വേവ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10⁻7 മുതൽ 10⁻², 10⁻7 മീറ്റർ ടു 10⁻² മീറ്റർ വരുന്നത്. ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് വേവ് ലെങ്ത് ആണ്. ഓക്കെ, അത് വരുന്നത് റേഡിയോ വേവ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആദ്യം തന്നിരിക്കുന്നത് അപ്പോൾ ഏതാണ്? റേഡിയോ ആണ്. ഓക്കെ, അപ്പോൾ റേഡിയോ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് 10⁻⁻10 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 10⁻⁻10 10⁻⁻12 റേഞ്ചിലൊക്കെ വരുന്നത്. ഓക്കെ, 10⁻⁻10 ടു 10⁻⁻12 റേഞ്ചിലൊക്കെ വരുന്നത് ഓക്കെ എക്സ് റേ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം റേഡിയോ വരുന്ന ഒരെണ്ണം ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ 1 or 2 ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു ഈ 10⁻⁻10 10⁻⁻12 ആ റേഞ്ചിലൊക്കെ വരുന്നത് റേഡിയോ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എക്സ്റേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ രണ്ടാമത് വരുന്നത് എക്സ്റേ ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് 10⁻⁻10 ഓർഡറിൽ വരുന്നത് എക്സ്റേ. ഇനി 10⁻⁻7 ഓക്കെ 10⁻⁻6
10⁻⁻⁷ റീജിയനിൽ വരുന്നത് വിസിബിൾ ലൈറ്റ് ആണ്. കാരണം വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് നമുക്കറിയാം. ഓക്കെ, 700 നാനോമീറ്റർ ടു 400 നാനോമീറ്റർ ആണ് ഏകദേശം. അപ്പോൾ ഒരു 10⁻⁻⁶, 10⁻⁻⁷ റേഞ്ചിൽ വരും. അപ്പോൾ ഈ 10⁻⁻⁷ റേഞ്ചിൽ വരുന്നത് ആരായിരിക്കും? വിസിബിൾ ലൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നത് ആരാ? റേഡിയോ. ഓക്കെ, സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് ആരാണ്? ഈ എക്സ്റേ. തേർഡ് വന്നിരിക്കുന്നത് വിസിബിൾ ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റേഡിയോ, സെക്കൻഡ് എക്സ്റേ, തേർഡ് വിസിബിൾ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 23 വരാം. ദ പ്രൊഡക്ഷൻ ഓഫ് എക്സ്റേ ഈസ് എ ഫിനോമിനൻ ഫോർ ദ കൺസർവേഷൻ ഓഫ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് എക്സ്റേ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ ബീംസ് ഒരു കാഥോഡിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് എക്സ്റേ ഈസ് ദ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇൻ ടു റേഡിയൻ്റ് എനർജി. വന്ന് പതിക്കുന്ന ആ ബീം, ഇലക്ട്രോൺ ബീമിൻ്റെ കൈനറ്റിക് എനർജിയാണ് റേഡിയൻ്റ് എനർജി ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ഓപ്ഷൻ 3 ആണ് കറക്റ്റായിട്ട് പറയാൻ പറ്റുക. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 24 വരാം. ക്വസ്റ്റ്യൻ നമ്പർ 24 തന്നിരിക്കുന്നത് തന്നെ എനർജി ഓഫ് എക്സ്റേ ഫോട്ടോൺ ഈസ്. എനർജി തന്നിട്ടുണ്ട് ഈസ് ഈക്വൽ ടു 2200 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് ഇ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ. അങ്ങനെയെങ്കിൽ ന്യൂ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? E/h ആയിരിക്കും. ഈ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 2200 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ ജൂളിലേക്ക് മാറ്റണം. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് മാറ്റാൻ 1.6 × 10⁻⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത്രയും ജൂളായിട്ട് മാറും. ഡിവൈഡഡ് ബൈ എച്ചിൻ്റെ വാല്യൂ 6.625 × 10⁻⁻34 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 5.3 × 10⁻17 ഹിറ്റ്സ് എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്തിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? ബോത്ത് എനർജി ആൻഡ് മൊമെൻറ്റം. എനർജിയെയും മൊമെൻറ്റത്തിലെയും അത് ട്രാൻസ്പോർട്ട് ചെയ്യും. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 3. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 26 വരാം. ക്വസ്റ്റ്യൻ നമ്പർ 26 വേവ് വിച്ച് കനോട്ട് ട്രാവൽ ഇൻ വാക്വം. ഓക്കെ, ഇതിൽ വാക്വത്തിൽ കൂടി ട്രാവൽ ചെയ്യാത്ത വേവ് ഏതാണെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, എക്സ്റേ, അതുപോലെ അൾട്രാ വയലറ്റ്, റേഡിയോ, ഇത് മൂന്നും എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് ട്രാവൽ ചെയ്യാൻ എന്ത് വേണ്ട? മീഡിയം വേണ്ട, അത് വാക്വത്തിൽ കൂടി ട്രാവൽ ചെയ്യും. അപ്പോൾ ഈ 3 വേവും വാക്വത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്നൊരു വേവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസർ ഓഫ് കോഴ്സ് 2 ആയിരിക്കും. ഓക്കെ, 2. ഇനി എന്താണ് ഇൻഫ്രാസോണിക് സൗണ്ട്? ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത് ഒരു സൗണ്ട് വേവാണ്. ഓക്കെ, സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ എന്ത് വേണം? മീഡിയം ആവശ്യമാണ്. വാക്വത്തിൽ കൂടി ഇത് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഡിബിളായിട്ടുള്ള, ഹ്യൂമൻ ബീയിങ്ങിന് ഓഡിബിളായിട്ടുള്ള ഫ്രീക്വൻസിയേക്കാൾ താഴെയുള്ള ഫ്രീക്വൻസിയുള്ള സൗണ്ടാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്രാസോണിക് ഒരു സൗണ്ട് വേവാണ്, അതിന് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമാണ്. ദെയർഫോർ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 27 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 27 തന്നിരിക്കുന്നത് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ആവറേജ് എനർജി ഡെൻസിറ്റി അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ് ഈസ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആവറേജ് എനർജി ഡെൻസിറ്റി. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഡയറക്റ്റായിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആവറേജ് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ½ ε0 ERMS സ്ക്വയർ ആണ്. ഓക്കെ, ½ ε0 ERMS സ്ക്വയർ. ഓക്കെ, ഇനി നമുക്കറിയാം ERMS എന്ന് പറയുന്നത് എന്താണ്? ERMS E0/√2 ആണ്. അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക് എനർജിയുടെ ആവറേജ് UAV
ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 ERMSന് പകരം E0/√2 the whole square, that is equal to half epsilon 0 E0 square by 2, that is equal to epsilon 0 E0 square by 4. അപ്പോൾ ഇവിടെ ഈ E0 എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്, പീക്ക് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിൽ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ എടുക്കാം? ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിൽ തരികയാണെങ്കിൽ E0 സ്ക്വയർ എപ്സിലോൺ 0/4. ഇനി RMS വാല്യൂസിൻ്റെ ടേംസിലാണെങ്കിൽ ഹാഫ് എപ്സിലോൺ 0 ERMS ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് ഓപ്ഷൻ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ 4. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 28ലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 28ൽ തന്നിരിക്കുന്നത് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് E2. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സെക്കൻഡ് ഓർബിറ്റിലുള്ള എനർജി E2 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ തേർഡ് ഓർബിറ്റ് ഓഫ് He+, ഹീലിയം പ്ലസ്. ഓക്കെ, അപ്പോൾ എനർജി ഓഫ് എനി ആറ്റം ഇൻ എനി ഓർബിറ്റ് ഈസ് ഈക്വൽ ടു ജനറലി നമുക്ക് എങ്ങനെ എഴുതാം? -13.6 Z സ്ക്വയർ ബൈ N സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പോൾ ഫോർ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൻ്റെ കേസിൽ ഇസഡിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇനി അവിടെ സെക്കൻഡ് ഓർബിറ്റിലുള്ള എനർജിയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് E2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ E2 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? -13.6 ഇസഡിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ N. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 2 ആണ് അല്ലേ? അപ്പോൾ 2 സ്ക്വയർ, അപ്പോൾ 4 എന്ന് കിട്ടും. അപ്പോൾ അത്രയും ഇലക്ട്രോൺ വോൾട്ട്, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഹീലിയമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 4 He പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് എഴുതാം ഇസഡ് എത്രയാ? 2 ആണ്. ഓക്കെ, ഇനി എന്നിൻ്റെ വാല്യൂ നമുക്കവിടെ തന്നിട്ടുണ്ട്. എന്നിൻ്റെ വാല്യൂ തേർഡ് ആണ് അല്ലേ? തേർഡ് ഓർബിറ്റ്. അപ്പോൾ എന്നിന് പകരം 3 കൊടുക്കാം. അപ്പോൾ അതിനെ ഞാൻ ഈ ഡാഷ് എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഈ ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? -13.6 ഇൻറ്റു ഇസഡ് സ്ക്വയർ. ഇസഡിൻ്റെ വാല്യൂ ഇവിടെ 2 ആണ്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ N. ഓക്കെ, അപ്പോൾ അത് 9. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഈ ഇക്വേഷൻ നമ്പർ 2നെ നമുക്ക് ഇങ്ങനെ എഴുതാം. -13.6 ഇസ് ഈക്വൽ ടു 4E2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ E ഡാഷ് ഇസ് ഈക്വൽ ടു -13.6ന് പകരം 4E2 ഇൻറ്റു 4/9 ദറ്റ് ഈസ് ഈക്വൽ ടു 16E2/9 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 2 16E2/9. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 29. ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദിസ് സ്റ്റേറ്റ്? ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഹൈഡ്രജൻ്റെ എനർജി നമുക്ക് തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഒരു ഇലക്ട്രോൺ പൊസസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് KZE² -KZE² ബൈ RN ആണ്. RN. ഓക്കെ, എന്ത് ഓർബിറ്റുള്ള ഇലക്ട്രോൺസ് പൊസസ് ചെയ്യുന്ന എനർജി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ പൊസസ് ചെയ്യുന്ന എന്ത് ഓർബിറ്റുള്ള ഇലക്ട്രോൺ പൊസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് KZE² ബൈ
2RN ആയിരിക്കും. ഇനി അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് എടുത്താൽ മതി. അപ്പോൾ -KZ²/2RN ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ എനർജിയുടെ നെഗറ്റീവ് എടുത്താൽ കൈനറ്റിക് എനർജി കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, ഇനി ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഈ ടോട്ടൽ എനർജിയെ നമ്മളൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓക്കെ, ടോട്ടൽ എനർജിയെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിൽ? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടോട്ടൽ എനർജി തന്നിട്ടുണ്ട്. ടോട്ടൽ എനർജി എത്രയാണ്? -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ എടുക്കാം? ഇതിൻ്റെ 2 ടൈംസ് എടുത്താൽ മതി. അപ്പോൾ 2 × -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇത് ചെയ്യുമ്പോൾ -27.2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് ആൻസർ കിട്ടും. ദെയർഫോർ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. ഇത് ഡയറക്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു പ്രോട്ടോണും ഓക്കെ അതുപോലെ തന്നെ ഇലക്ട്രോണും ഓക്കെ പിന്നെ ഉണ്ടായിരിക്കുന്ന ഈ എക്സ് എന്ന് പറയുന്നത് ആൻറ്റി ന്യൂട്രിനോ ആയിരിക്കും. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 4. ആൻസർ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രോട്ടോണും ഇതായി ഉണ്ടായിരിക്കുന്നത് ഓക്കെ നെഗറ്റീവ് ബീറ്റ ഡി കെ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ബീറ്റ ഡി കെയുടെ കേസിൽ ഈ എക്സ് എന്ന് പറയുന്നത് ആൻറ്റി ന്യൂട്രിനോയും ഇത് പോസിറ്റീവ് ബീറ്റ ഡി കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് അത് ന്യൂട്രിനോയിലുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ബീറ്റ ഡി കെ ആണ്. അപ്പോൾ നെഗറ്റീവ് ബീറ്റ ഡി കെയുടെ കേസിൽ ഇവിടെ വരുന്നത് ആൻറ്റി ന്യൂട്രിനോ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31ലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് ഫോർ ന്യൂക്ലിയർ ഫോഴ്സസ്? ഓക്കെ, ന്യൂക്ലിയർ ഫോഴ്സസിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന്. ഫസ്റ്റ് വൺ, ദീസ് ആർ സ്ട്രോങ്ങസ്റ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫോഴ്സസിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ ഓക്കെ അടുത്തത്, ദേ ആർ ചാർജ് ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഡയറക്റ്റ് തിയറിയാണ്. ഓക്കെ, ന്യൂക്ലിയർ ഫോഴ്സസ് എന്ന് പറയുന്നത് ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ദേ ആർ ചാർജ് ഡിപ്പെൻഡൻറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 2 ആണ്. നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 32ലേക്ക് വരാം. എ സർട്ടൺ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഹാസ് ഹാഫ് ലൈഫ് ഓഫ് 4 days. ഓക്കെ, അപ്പോൾ നമുക്ക് ടി ഹാഫ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4 days. ഓക്കെ, അപ്പോൾ 4 days ഹാഫ് ലൈഫുള്ള ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. ദ ഫ്രാക്ഷൻ ഓഫ് മെറ്റൽസ് ദാറ്റ് ഡീക്കേസ് ഇൻ 2 days. അങ്ങനെയെങ്കിൽ 2 ദിവസം കൊണ്ട് എത്ര ഫ്രാക്ഷൻ ഡീക്കേ ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എമൗണ്ട് അൺഡീക്കേഡ് നമുക്ക് എങ്ങനെ എടുക്കാം? ടി ഹാഫ് തന്നാൽ എമൗണ്ട് അൺഡീക്കേഡ് ഈക്വൽ ടു n0 ഡിവൈഡഡ് ബൈ 2n ആണ്. ഓക്കെ, എമൗണ്ട് അൺഡീക്കേഡ് ലെഫ്റ്റ് അൺഡീക്കേഡ് ഈക്വൽ ടു n0. ഇവിടെ n0 എന്ന് പറയുന്നത് ഇനിഷ്യലി ഉണ്ടായിരുന്ന എമൗണ്ട് ആണ്. ഓക്കെ, ഇവിടെ ഈ n എന്ന് പറയുന്നത് വേർ n ഈസ് നമ്പർ ഓഫ് ഹാഫ് ലൈഫാണ്, എത്ര ഹാഫ് ലൈഫ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ അൺഡീക്കേഡ് നമുക്ക് എങ്ങനെ എഴുതാം? n0 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇവിടെ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞു? ഹാഫ് ലൈഫ് 4 days ആണ്, അതിൻ്റെ ഹാഫാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എന്നിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഹാഫ് ലൈഫിൻ്റെ ഹാഫ്. ഓക്കെ, അപ്പോൾ T⁻1/4
ദാറ്റ് ഈസ് n0/√2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡീക്കേഡ് ആയിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഫ്രാക്ഷൻ ഓഫ് മെറ്റീരിയൽ ഡീക്കേഡ്. ഓക്കെ, ദെയർഫോർ എമൗണ്ട് ഡീക്കേഡ് നമുക്ക് എങ്ങനെ എടുക്കാം? വിച്ച് ഈസ് ഈക്വൽ ടു n0 മൈനസ് അൺഡീക്കേഡ് ആയിട്ടുള്ളത് n0/√2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു 1 മൈനസ് 1/√2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു √2 മൈനസ് 1/√2. അപ്പം നമ്മളോട് ഇതിൻ്റെ ഫ്രാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എമൗണ്ട് ഡീക്കേഡ് ഞാൻ n' എന്നായിട്ട് എടുക്കുകയാണ്. അപ്പോൾ n'/n0 ഇസ് ഈക്വൽ ടു √2 മൈനസ് 1/√2. ദെയർഫോർ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, √2 മൈനസ് 1 ഡിവൈഡഡ് ബൈ √2. അപ്പോൾ അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 33 വരാം. ഇൻ ദ ന്യൂക്ലിയർ റിയാക്ഷൻ ഗിവൺ ബൈ 2He4 പ്ലസ് 7N14 ഗീവ്സ് 1H1 പ്ലസ് എക്സ്, ദ വാല്യൂ ഓഫ് എക്സ് ഈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയേ, ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഈ വാല്യൂ റിയാക്റ്റൻസിലും പ്രോഡക്റ്റിലും ഈക്വലായിട്ട് വരണം. അപ്പോൾ ഇവിടെ 2 + 7 ഓക്കെ എത്രയാ 9. അപ്പോൾ അപ്പുറത്തും നമുക്ക് എന്ത് കിട്ടണം? 9 തന്നെ കിട്ടണം. അപ്പം 9 തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കണം? 8 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ 8 കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്തായിരിക്കും? അത് ഓക്സിജൻ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ മുകളിലുള്ള വാല്യൂ നോക്കിയേ. ഇവിടെ 14 + 4 18 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് 18 കിട്ടണം. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, ബാക്കി എന്തായിരിക്കും? 17. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇത്? ഓക്സിജൻ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ മാസ് എത്രയായിരിക്കും? 17 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 34. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ന്യൂട്രിനോ ഈസ് ആൻ എലമെൻ്ററി പാർട്ടിക്കിൾ ഹാവിങ്. അപ്പോൾ ഈ ന്യൂട്രിനോ എന്താണ്? ഈ ന്യൂട്രിനോ എന്ന് പറയുന്നത് ലെപ്റ്റോൺ ഫാമിലിയിൽപ്പെടുന്ന പ്ലസ് ഹാഫ് സ്പിന്നും ഓക്കെ ചാർജ് ഇല്ലാത്തതും വളരെ 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 ചെറിയ മാസ്, നെഗ്ലിജിബിളി സ്മോൾ മാസുമുള്ള ഒരു എലമെൻ്ററി പാർട്ടിക്കിളാണ്. അപ്പോൾ ലെപ്റ്റോൺ ഫാമിലിയിൽ വരുന്ന പോസിറ്റീവ് ഹാഫ് സ്പിന്നുള്ള ചാർജ് ഇല്ലാത്ത വളരെ സ്മോൾ, നെഗ്ലിജിബിളി സ്മോൾ മാസുമുള്ള എലമെൻ്ററി പാർട്ടിക്കിളാണ് ന്യൂട്രിനോ. അപ്പം ന്യൂട്രിനോയുടെ കേസ് നമുക്ക് പറയാൻ കഴിയും 0 മാസ് ആൻഡ് 0 ചാർജ്. ഓക്കെ, ദെയർഫോർ ആൻസർ ഓപ്ഷൻ 1. അടുത്തത് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ കേസിൽ ഡയറക്റ്റ് തിയറിയിൽ പഠിക്കുന്നതാണ്. ന്യൂട്രോൺ അബ്സോർബർ ആയിട്ടുള്ളത് CD ആണ്, കാഡ്മിയമാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36. 2 ന്യൂക്ലിയൈ ആർ സെഡ് ടു ബി മിറർ ന്യൂക്ലിയൈ ഇഫ്. 2 ന്യൂക്ലിയസിനെ നമ്മൾ എപ്പോഴാണ് മിറർ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്? ഓക്കെ, ഇപ്പോൾ ഇതാ നോക്കിയേ, നമ്മൾ X എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസും Y എന്ന് പറയുന്ന മറ്റൊരു ന്യൂക്ലിയസും എടുത്തിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിനകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺ ഓക്കെ അതിനെ ഞാൻ ZX എന്നെടുത്തു. ഓക്കെ, ഇതിനകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺ ഞാൻ ZY എന്നെടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തുണ്ടായിരിക്കും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ഈ ZX എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ Z is equal to നമ്പർ ഓഫ് പ്രോട്ടോൺ. ഓക്കെ, അപ്പോൾ ഈ ZYയും ഇതിനകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ന്യൂട്രോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസിനെ ഞാൻ NX എന്നെടുത്തു. ഓക്കെ, ഇതിനകത്തുള്ള നമ്പർ ഓഫ് ന്യൂട്രോൺസിനെ ഞാൻ NY എന്നെടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണം ഓക്കെ ഇതിനകത്തുള്ള ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിന് ഈക്വലൻറ്റും ഓക്കെ ഇതിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണം ഇതിനകത്തുള്ള ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിന് ഈക്വലുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം ന്യൂക്ലിയസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്കെ മിറർ ന്യൂക്ലിയസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണം ഇൻ്റർചേഞ്ചബിളായിട്ട് വരും. ഓക്കെ, അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ
15 and നൈട്രജൻ 15. ഈ കേസ് എടുക്കുകയാണെങ്കിൽ ഓക്സിജൻ്റെ കേസിൽ O8 15 ആണ്. അപ്പോൾ നമുക്ക് ഓക്സിജൻ്റെ കേസിൽ പറയാം ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം 8 ആണ്. ഓക്കെ, അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണം എത്ര ആയിരിക്കും? 7 ആയിട്ട് വരും. ഓക്കെ, ഇനി നൈട്രജൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈട്രജൻ 7 15 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 7ഉം ഓക്കെ, ഇവിടുത്തെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഓക്കെ 8ഉം കിട്ടും. അപ്പോൾ ഇവിടുത്തെ പ്രോട്ടോണിൻ്റെ എണ്ണം 8, അത് ഇവിടുത്തെ ന്യൂട്രോണിൻ്റെ എണ്ണമായിട്ട് വന്നു. ഇവിടുത്തെ ന്യൂട്രോണിൻ്റെ എണ്ണം 7, അത് ഇവിടുത്തെ പ്രോട്ടോണിൻ്റെ എണ്ണമായിട്ട് വന്നു. അപ്പോൾ ഇത് രണ്ടും പരസ്പരം ഇൻ്റർചേഞ്ചബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും ഇത് രണ്ടും എന്താണ്? മിറർ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ മിറർ ന്യൂക്ലിയസിനെ നമുക്ക് എങ്ങനെ പറയാം? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ വൺ ഈക്വൽ number of protons in the other and vice versa. Therefore answer option 3. Option 3 is the right answer for this question. Next question, if band gap between valence and conduction band in a material is 5 electron volt, അത്തരം മെറ്റീരിയൽ ഏതാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്റർ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഇനി ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടർ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഫോർ ഗുഡ് കണ്ടക്ടർ എനർജി ഗ്യാപ്പ് നിയർലി 0 ആയിരിക്കും. അപ്പം എനർജി ഗ്യാപ്പ് 5 ഇലക്ട്രോൺ വരുമ്പോൾ അതെന്തായിരിക്കും? അത് ഇൻസുലേറ്റർ ആയിരിക്കും. അപ്പോൾ അടുത്തത് ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ എ ക്രിസ്റ്റൽ ഓഫ് പ്യുവർ ജെർമേനിയം. ഓക്കെ, ഇപ്പോൾ ജെർമേനിയവും സിലിക്കണും ഒക്കെ നമ്മുടെ നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന പ്യുവർ ഫോമിലുള്ള സെമി കണ്ടക്ടറാണ്. ഓക്കെ, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറാണ്. പ്യുവർ ഫോമിലുള്ള നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് അറ്റ് 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ ഓക്കെ അത് എപ്പോഴും ഒരു പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 39. ഇവിടെ തന്നിരിക്കുന്നത് ദ മൊബിലിറ്റി ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഹോൾസ് സിൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഹോൾസിനേക്കാൾ കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർഗോ സ്മോളർ നമ്പർ ഓഫ് കൊളിഷൻസ്, സെക്കൻഡ് വൺ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്, തേർഡ് വൺ റിക്വയർസ് സ്മോളർ എനർജി ഫോർ മൂവിങ് ത്രൂ ക്രിസ്റ്റൽ ലാറ്റിസ്, ഫോർത്ത് വൺ നൺ ഓഫ് ദി എബോ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊബിലിറ്റിക്കൊരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ സീക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മൊബിലിറ്റി എപ്പോഴും ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വാല്യൂ നമ്മളിവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊബിലിറ്റി എപ്പോഴും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ മൊബിലിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മാസാണ്. അപ്പോൾ മാസ് ഓഫ് ഹോൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ മാസ് കൂടുതലുള്ളതിന് മൊബിലിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഹോളിൻ്റെ മാസാണ് കൂടുതൽ. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ മൊബിലിറ്റി കുറവും, ഇലക്ട്രോൺസിൻ്റെ മാസ് കുറവായതുകൊണ്ട് ഓക്കെ അതിൻ്റെ മൊബിലിറ്റി കൂടുതലുമായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് കമ്പാരിറ്റീവ്ലി മോസ്റ്റ് പോസിബിളായിട്ട് പറയാൻ പറ്റുന്നത് ഓക്കെ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് ഇലക്ട്രോൺസും ഹോൾസും മൂവ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ കേസിൽ ഇറ്റ് അക്വയർസ് സ്മോളർ എനർജി ഫോർ മൂവിങ് ത്രൂ ദ ക്രിസ്റ്റൽ ലാറ്റിസ്. ഓക്കെ, ക്രിസ്റ്റൽ ലാറ്റിസിൽ കൂടി മൂവ് ചെയ്യുന്നതിന് കുറച്ച് എനർജി മാത്രം വേണ്ടി വരുന്നത് ആരായിരിക്കും? ഇലക്ട്രോൺസ് ആയിരിക്കും ഹോൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ 3 ഓപ്ഷനിൽ നമുക്ക് കൃത്യമായിട്ട് ആൻസറായിട്ട് പറയാൻ സാധിക്കുന്ന ആൻസർ ഓപ്ഷൻ 3 ആണ്. ദെയർഫോർ ക്വസ്റ്റ്യൻ നമ്പർ 39 ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. The conductivity of a pure semiconductor can be increased by.
ഒരു പ്യുവർ സെമി കണ്ടക്ടറായിട്ടുള്ള സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയം. ഓക്കെ, അപ്പോൾ അത് ഒരു സിലിക്കൺ ആറ്റം എടുത്താലും അല്ലെങ്കിൽ ഒരു ജർമേനിയം ആറ്റം എടുത്തു കഴിഞ്ഞാലും അത് തൊട്ടടുത്തുള്ള 4 സിലിക്കൺ ആറ്റവുമായിട്ട് അല്ലെങ്കിൽ ജർമേനിയം ആറ്റവുമായിട്ട് കൊവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അബ്സല്യൂട്ട് സീറോയിൽ അല്ലെങ്കിൽ 0 കെൽവിനിൽ നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ, ഇതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് ഇൻസുലേറ്ററായിട്ടായിരിക്കുന്നത്. ഇനി നമ്മൾ പതുക്കെ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്രിസ്റ്റൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും. അങ്ങനെ നമുക്ക് ഒരു പ്യുവർ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ സാധിക്കും. അപ്പോൾ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ഇറ്റ്സ് ടെമ്പറേച്ചർ. പക്ഷേ അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് അവിടെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നതിന് ഒരു ലിമിറ്റുണ്ട്, ഒരു പരിധിയുണ്ട്. ഒരു പരിധി വരെ മാത്രമേ നമുക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹയർ കണ്ടക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ കണ്ടക്ടിവിറ്റി വളരെ ഹൈ ആയിട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും? എക്സ്ട്രാ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്യും. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. അങ്ങനെ ഡോപ്പിങ്ങിന് ശേഷം കിട്ടുന്ന സെമി കണ്ടക്ടറിനെ നമ്മൾ വിളിക്കും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ 2 തരത്തിലുണ്ട്, പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ്. അപ്പോൾ ഡോപ്പിങ്ങിന് ശേഷം അതിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ ഹൈ ആയിട്ട് കൂടും. അപ്പോൾ നമുക്ക് ഒരു പ്യുവർ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാം? ബൈ ഇൻക്രീസിങ് ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഇൻക്രീസ് ചെയ്യാം, അത് ശരിയാണ്. മിക്സിങ് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം, അതിലേക്ക് എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റി ആറ്റംസ് നമ്മൾ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ആഡ് ചെയ്യുന്നത് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം ആണെന്നുണ്ടെങ്കിൽ അതൊരു പി ടൈപ്പ് സെമി കണ്ടക്ടറായിട്ട് മാറും, എക്സ്റ്റൻസീവ് സെമി കണ്ടക്ടറായിട്ട് മാറും. ഇനി പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഡോപ്പിംഗ് നടത്തുമ്പോൾ ട്രൈവാലൻ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പെൻറ്റാവാലൻറ്റും ആഡ് ചെയ്യാം. അപ്പോൾ ഈ 3 പ്രോസസ്സ് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏതായിരിക്കും? ആൾ ഓഫ് ദി എബോ. ഒരു പ്യുവർ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് ഈ 3 പ്രോസസ്സ് നടത്തിയും കൂട്ടാൻ സാധിക്കും. ഇനി എന്താണൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന്? ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ നമ്മൾ ഒരു പ്യുവർ സിലിക്കണിലേക്കോ ജർമേനിയത്തിലേക്കോ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റമായിട്ടുള്ള ബോറോൺ, ഇൻഡിയം, അലൂമിനിയം അങ്ങനെയുള്ള ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റവും നിലവിലുള്ള സിലിക്കൺ ആറ്റത്തെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ കയറിയിരിക്കും. അങ്ങനെ ഈ വരുന്ന ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ 3 ഇലക്ട്രോൺസ് തൊട്ടടുത്തുള്ള 4 സിലിക്കൺ ആറ്റവുമായിട്ട് ഷെയർ ചെയ്യാൻ കൊടുക്കും. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. ഓക്കെ, ആ ഡെഫിഷ്യൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി അത് തൊട്ടടുത്തുള്ള സിലിക്കണിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റത്തെ നമ്മൾ അക്സെപ്റ്റർ ആറ്റം എന്ന് വിളിക്കും. അപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റവും അവിടെ ഒരു ഹോളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് അതുകൊണ്ട് എന്തായിരിക്കും? ആ ഹോൾസ് ആയിരിക്കും. മൈനോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. Therefore ആൻസർ ഓപ്ഷൻ 3, മേജർ ചാർജ് ക്യാരിയേഴ്സ് ആർ ഹോൾസ്, മൈനോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ്. എൻ ടൈപ്പിൽ അത് തിരിച്ചാണ് വരിക. എൻ ടൈപ്പിൽ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ഇലക്ട്രോൺസും മൈനോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ഹോൾസും ആയിരിക്കും. നെക്സ്റ്റ്, ഇതും തിയറി ആണ്. The probability of finding an electron in Fermi level is, അത് 50% ആണ്. ആൻസർ ഓപ്ഷൻ 2 ആണ്. Probability of finding electrons in Fermi level is 50%. Answer option 2. Next question number 43. NPN transistor are preferred to PNP transistor because. Okay. അപ്പം ഒരു NPN ട്രാൻസിസ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ, ഇലക്ട്രോൺസിൻ്റെ കേസിൽ ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ മൊബിലിറ്റി ഓഫ് ഹോൾസ് ആണെന്ന്. ഓക്കെ, അപ്പോൾ നല്ല മൊബിലിറ്റി ഉള്ളത്, ബെറ്റർ മൊബിലിറ്റി ഉള്ളത് ഇലക്ട്രോൺസ് ആണ്. NPN ട്രാൻസിസ്റ്ററിൽ ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ്, PNP ട്രാൻസിസ്റ്ററിൽ ഹോൾസ് ആർ ദ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ്. മൊബിലിറ്റി കൂടുതലുള്ളത് ആർക്കാ? ഇലക്ട്രോൺസിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ NPN ട്രാൻസിസ്റ്ററിനെ പ്രിഫർ ചെയ്യാനുള്ള കാരണം ഇവിടെ എന്താണ്? ഇലക്ട്രോൺസ് ഹാവ് ഹൈ മൊബിലിറ്റി ദാൻ ഹോൾസ്. ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44. An OR gate can be prepared by
റെപ്പറ്റേറ്റീവ് യൂസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗേറ്റ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് പഠിച്ചിട്ടുണ്ട്, നോർ ആൻഡ് നാൻഡ് ഗേറ്റ്. ഈ നോർ ഗേറ്റിനെയും നാൻഡ് ഗേറ്റിനെയും യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കാൻ കാരണം അതിൻ്റെ റെപ്പറ്റേറ്റീവ് യൂസേജ് മൂലം നമുക്ക് ഏത് ഗേറ്റ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് യൂണിവേഴ്സൽ ഗേറ്റിൽ ഏത് യൂണിവേഴ്സൽ ഗേറ്റ് തന്നിട്ടുണ്ട്? നാൻഡ് ഗേറ്റ് തന്നിട്ടുണ്ട്. അപ്പം നാൻഡ് ഗേറ്റിൻ്റെ റെപ്പറ്റേറ്റീവ് യൂസേജ് കാരണം അല്ലെങ്കിൽ ഒരു നോർ ഗേറ്റിൻ്റെ റെപ്പറ്റേറ്റീവ് യൂസേജ് കാരണം നമുക്ക് ഏത് ഗേറ്റ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ദെയർഫോർ ആൻസർ ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 45. എ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത് ഈസ് മോർ റിലയബിൾ ദാൻ അനലോഗ് സിഗ്നലാണ്. ആൻസർ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 46 വരാം. ഇഫ് എ കരിയർ വേവ് ഓഫ് 1000 kHz ഈസ് യൂസ്ഡ് ടു ക്യാരി എ സിഗ്നൽ, ദ ലെങ്ത് ഓഫ് ക്വാർട്ടർ വേവ് ഡൈപോൾ ആൻറ്റിന ഈസ്. ഒരു ക്വാർട്ടർ വേവ് ഡൈപോൾ ആൻറ്റിനയുടെ ലെങ്ത് എത്രയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു 10⁻³ kHz, ദറ്റ് ഈസ് 10�6 ഹെഡ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സിഗ്നലിൻ്റെ വേവ് ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു, ഓക്കെ, വി നോ ദാറ്റ് സി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡയാണ്. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു സി ബൈ ന്യൂ എന്നെടുക്കാം. 3 × 10⁸ ഡിവൈഡഡ് ബൈ ന്യൂ എത്രയാണ്? 10�6, ദറ്റ് ഈസ് 300 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഒരു ഡൈപോൾ ആൻറ്റിനയുടെ ലെങ്ത് ഓഫ് ഡൈപോൾ ആൻറ്റിന ഈസ് ലാംഡ ബൈ 4 ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ഡൈപോൾ ആൻറ്റിന, ക്വാർട്ടർ പോൾ ഡൈപോൾ ആൻറ്റിന, ലാംഡ ബൈ 4, ദറ്റ് ഈസ് ഈക്വൽ ടു 300 ബൈ 4, ദറ്റ് ഈസ് ഈക്വൽ ടു 75 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 47. ഇതും ഡയറക്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ചാനലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് കൊയാക്സിയൽ കേബിൾ പോലുള്ള ട്വിസ്റ്റഡ് പെയർ കേബിൾ പോലെയുള്ള ട്രാൻസ്മിഷൻ ലൈൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫ്രീ സ്പേസിൽ കൂടിയും നമുക്ക് സിഗ്നൽസ് പാസ് ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് മൂന്നും റൈറ്റ് ആൻസറാണ്. ദെയർഫോർ ആൻസർ ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 48 വരാം. ലൗഡ് സ്പീക്കർ കൺവേർട്സ്. അപ്പോൾ ഈ മൈക്രോഫോണും അതുപോലെ തന്നെ ലൗഡ് സ്പീക്കറുമൊക്കെ ഒരു എനർജി ഫോമിനെ മറ്റൊരു എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ ലൗഡ് സ്പീക്കറും അതുപോലെ മൈക്രോഫോണും ഇതൊക്കെ എന്താണ്? ട്രാൻസ്ഡ്യൂസറാണ്, വിച്ച് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം. അപ്പോൾ അതിന് നമ്മുടെ ഈ മൈക്രോഫോൺ ചെയ്യുന്നത് എന്താണ്? മൈക്രോഫോൺ ചെയ്യുന്നത് സൗണ്ട് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസാണ് മൈക്രോഫോൺ. ഓക്കെ, അപ്പോൾ ലൗഡ് സ്പീക്കർ എന്താ ചെയ്യുന്നത്? അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ്. ഓക്കെ, നമ്മൾ ഈ കൊടുക്കുന്ന സൗണ്ട് സിഗ്നലിനെ മൈക്രോഫോൺ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റി ആ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് ചെല്ലുന്ന സിഗ്നലിനെ ലൗഡ് സ്പീക്കർ വീണ്ടും സൗണ്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൗഡ് സ്പീക്കർ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ സൗണ്ട് സിഗ്നലാക്കി മാറ്റുന്നു. ആൻസർ ഓപ്ഷൻ 1. ലൗഡ് സ്പീക്കർ കൺവേർട്സ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻറ്റു സൗണ്ട് സിഗ്നൽ. അടുത്ത നമുക്ക് 49 വരാം. ഒരു ഡിജിറ്റൽ സിഗ്നലിൻ്റെ പ്രോപ്പർട്ടി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡിജിറ്റൽ സിഗ്നൽ ഇറ്റ് ഡു നോട്ട് പ്രൊവൈഡ് കണ്ടിന്യൂസ് സെറ്റ് ഓഫ് വാല്യൂസ്. ഓക്കെ, ഇതിന് കണ്ടിന്യൂസ് വാല്യൂസ് ഉണ്ടായിരിക്കത്തില്ല, ഡിസ്ക്രീറ്റ് ലെവലാണ്. ഓക്കെ, ഓൺ ആൻഡ് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, 2 ഡിസ്ക്രീറ്റ് ലെവലാണ് ഒരു ഡിജിറ്റൽ സിഗ്നൽസിനുള്ളത്. അപ്പോൾ ഇറ്റ് ഹാവിങ് നോ കണ്ടിന്യൂസ് വാല്യൂസ്, ഇറ്റ് ഹാവിങ് 2 ഡിസ്ക്രീറ്റ് ലെവൽസ്. അപ്പോൾ അത് റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2, റെപ്രസെൻറ്റ് വാല്യൂസ് അറ്റ് ഡിസ്ക്രീറ്റ് സ്റ്റെപ്സ്. ഓക്കെ, അതും ശരിയാണ്.
ഓക്കെ. ക്യാൻ യൂട്ടിലൈസ് ബൈനറി സിസ്റ്റം. ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നലാണ്. അവിടെ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ബൈനറി നമ്പർ സിസ്റ്റം ഈസ് എ നമ്പർ സിസ്റ്റം വിച്ച് ഈസ് ബേസ്ഡ് ഓൺ 0 and 1. ഓക്കെ. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ യൂസ് ചെയ്യുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. ഓക്കെ. ദെൻ നാലാമത് കൊടുത്തിരിക്കുന്നത് ക്യാൻ യൂട്ടിലൈസ് ഡെസിമൽ ആസ് വെൽ ആസ് ബൈനറി നമ്പർ സിസ്റ്റം. ഡെസിമൽ യൂസ് ചെയ്യത്തില്ല, ബൈനറി മാത്രമേ ഉള്ളൂ. അപ്പോൾ നാലാമത്തത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 2, 3. അപ്പോൾ 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. അപ്പോൾ വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ആൻസർ ഓപ്ഷൻ 3 ആണ്. ലാസ്റ്റ്, ഒരു ആൻറ്റിന എന്ത് ഡിവൈസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആൻറ്റിന ഈസ് എ റെസിസ്റ്റീവ് അറ്റ് റെസണൻറ്റ് ഫ്രീക്വൻസി. ആൻറ്റിന ഒരു ഇമ്പിഡൻസ് മാച്ചറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതൊരു റെസിസ്റ്റീവ് ഡിവൈസാണ് അറ്റ് റെസണൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയുന്ന ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 50 ക്വസ്റ്റ്യനിൽ ന്യൂമറിക്കലായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് വളരെ വിരളമായിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റ് തിയററ്റിക്കൽ വാല്യൂസ് ആയിരുന്നു. നന്നായിട്ട് തിയറി വായിക്കുന്നവർക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് ബൈ.